മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യമായ പ്രദേശമാണ് ഈ പന്തളം. ശബരിമലയിലെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഭക്തജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇടയായ ഒരു സ്ഥലവും പന്തളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ അവിടെ ചില വികസന പരിപാടികളെപ്പറ്റി ആലോചിക്കാൻ സ്പോൺസേർഡായിട്ടുള്ള മുതലാളിമാരുടെ ഒരു സംഗമം നടത്തി. ഞങ്ങൾ അതിനെതിരല്ല, അതിന് ബദലായിട്ടുമല്ല. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമാണ് ശബരിമലയിൽ ആവശ്യം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇന്നേ തീയതിയിൽ ഇവിടെ ഈ സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 3 വിഷയങ്ങളാണ്: ശബരിമലയിലെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സുരക്ഷ. ഈ 3 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സെമിനാറുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. എന്തായാലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നതായിരുന്നു അയ്യപ്പ സംരക്ഷണ സംഗമം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ ഏതാണ്ട് 10 മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങുന്നു. വിവിധ സെമിനാറുകൾ നടന്നു, വിവിധ വിഷയങ്ങളിൽ വിഷയാവതരണങ്ങൾ നടന്നു. ശബരിമല ദർശനരേഖ SJR കുമാർ, ശബരിമല കർമ്മ സമിതിയുടെ അധ്യക്ഷൻ, അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിന്നത്, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്, ഇതൊരു ബദൽ സംഗമമില്ല എന്ന് സംഘപരിവാർ നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മറുപടിയായി കൂടി മാറുന്നു എന്നുള്ളതാണ്. ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പല വാർത്തകളിലും പ്രചരിച്ചത് ആളില്ലായിരുന്നു, ആളൊഴിഞ്ഞ കസേരകൾ, മുഖ്യമന്ത്രിയുടെ പ്രസംഗ ശേഷം ആളുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഈ ഹാളിന് പുറത്ത് വലിയ എന്താ പറയുക, കയറാൻ തന്നെ കഴിയാത്ത നിലയിലേക്ക് ആൾത്തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിലും 3 മണിക്കാണ് സമ്മേളനം നടക്കുക. അത് കൈപ്പുഴ കൊട്ടാരത്തിന് സമീപമാണ് സമ്മേളനം. ആ സമ്മേളനത്തിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും എന്നാണ് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകം ക്ഷണിച്ച ആളിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ ആളുകളെ എത്തുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുക. അത് രാവിലത്തെ നടന്ന സംഗമത്തിലും ഈ വേദിയിലും സദസ്സിലും പുറത്തുമൊക്കെ കണ്ട ആൾക്കൂട്ടത്തെ സാക്ഷ്യപ്പെടുത്തി കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് അടക്കമുള്ള സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഗമത്തെ ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തെ സംഗമം അതൊരു വലിയ ശക്തിപ്രകടനം ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷൻ അണ്ണാമലൈ, ഒപ്പം തന്നെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നു. ഇവിടുത്തെ സമ്മേളനത്തിലാണെങ്കിലും ശ്രീലങ്കയുടെ ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാഹചര്യം. അങ്ങനെ ഭക്തരായിട്ടുള്ള നിരവധി ആളുകളെ എത്തിച്ച് ഈ രാവിലത്തെ സംഗമം തന്നെ, സെമിനാർ തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ശബരിമല കർമ്മ സമിതി അടക്കമുള്ള സംഘാടകർ. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നതെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം PN നാരായണവർമ്മ ന്യൂസ് 18നോട്. 10,000-ൽ അധികം ആളുകൾ പങ്കെടുക്കുന്ന സംഗമത്തെ ബദൽ സംഗമമായി കാണേണ്ടതെന്നും നാരായണവർമ്മ പറഞ്ഞു. ഇത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ശബരിമലയിലെ ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാന്റെ എല്ലാം വിശ്വാസങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോകാൻ വ്രതമെടുത്ത ഭക്തരുടെ സംഗമമാണ് ഇവിടെ. വിശ്വാസത്തോടൊപ്പം വികസനം, അതാണ് ഇതിന്റെ ഈ പ്രാധാന്യമുള്ളത്. അതിനെക്കുറിച്ചുള്ള സെമിനാറുകളുണ്ട്. അതിൽ വരുന്ന രൂപരേഖകൾ തീർച്ചയായും ചർച്ച ചെയ്ത് അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ ഭക്തജന സമൂഹത്തോടും അതുപോലെ ബന്ധപ്പെട്ടവർക്കും അത് നൽകുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും കൃഷ്ണദാസ് വിമർശിച്ചു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാർ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതെങ്കിലും ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമം